പൂഞ്ചിലെ ഭീകരാക്രമണം ചൈനീസ് സഹായത്തോടെയെന്ന പ്രാഥമിക നിഗമനം. ഭീകരർ ഉപയോഗിച്ചത് ചൈനീസ് ബുള്ളറ്റുകളെന്ന് കണ്ടെത്തി. ചൈനീസ് സൈബർ വാർഫെയർ വിദഗ്ധർ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ മിലിറ്ററിയുടെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡിവിഷൻ സന്ദർശിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ചേർന്നു. ബൽറാം, ഗൗരവകരമായ കണ്ടെത്തലുകളാണ്. കൂടുതൽ വിശദാംശങ്ങൾ. സുഹൈൽ, കഴിഞ്ഞ ദിവസം പൂഞ്ചിൽ ഉണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന സൈന്യവും പോലീസും നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് ഗൗരവതരമായ ചില കണ്ടെത്തലുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ആക്രമണത്തിന് ഉപയോഗിച്ചത് ചൈനീസ് ബുള്ളറ്റുകൾ ആണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിനായി ഭീകരർ ഉപയോഗിച്ചിരുന്നത് M4A1 വിഭാഗത്തിലുള്ള തോക്കുകളും ടൈപ്പ് 56-1 വിഭാഗത്തിലുള്ള അസോൾട്ട് റൈഫിളുകളാണ്. ദീർഘദൂര റേഞ്ചുള്ള തോക്കുകളാണ് ഇവ. ഈ സ്നൈപ്പർ തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തിന്റെ ഡ്രൈവറെ ആദ്യം ആക്രമിക്കുകയാണ് ഉണ്ടായത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ചൈനീസ് സ്റ്റീൽ കോർ ബുള്ളറ്റുകളാണ്. കാരണം സാധാരണ ബുള്ളറ്റുകൾ, ഈ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകളാണ് സാധാരണ നിലയിൽ സൈനിക വാഹന വ്യൂഹങ്ങളുടെ വിൻഷീൽഡിനായി ഉപയോഗിക്കുന്നത്. അത് തുളച്ചു കയറാൻ ബുദ്ധിമുട്ടായതിനാൽ തന്നെ സ്റ്റീൽ കോർ ബുള്ളറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഡ്രൈവറെ ആക്രമിച്ച് ശേഷം പിന്നീടാണ് തുരുതുരെ മറുവശത്തുള്ള മറ്റ് സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ചൈനീസ് സൈബർ വാർഫെയർ വിദഗ്ധർ കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ മിലിറ്ററിയുടെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡിവിഷൻ സന്ദർശിച്ചതായുള്ള വിവരവും രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട്. ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അതേസമയം ഊർജിതമായി തന്നെ തുടരുകയാണ്. അതിനായി പ്രത്യേക സംഘത്തെ തന്നെ സൈന്യം നിയോഗിച്ചിരിക്കുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പൂഞ്ചിലെ ഷാസിത്താർ മേഖലയിൽ പ്രത്യേക സംഘത്തെ ഹെലികോപ്റ്ററിൽ എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സൈനികർ ഈ വനമേഖലയിൽ തെരച്ചിൽ നടത്തുകയാണ്. ഇപ്പോൾ കൂടുതൽ സൈനികരെ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മേഖലയിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ് ഭീകരർ എന്നാണ് ഇപ്പോൾ സൈന്യത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. കാരണം റോഡിൽ ഉൾപ്പെടെ പരിശോധന ഇന്നലെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ആരംഭിച്ചിരുന്നു. ഈ പരിശോധനയിൽ ഒന്നും തന്നെ ഭീകരരുമായി ബന്ധമുള്ളവരെയോ ഭീകരരെയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ പ്രദേശത്ത് തന്നെ ഒളിച്ചിരിക്കുകയാണ് ഭീകരർ എന്ന നിഗമനത്തിലാണ് ഈ അന്വേഷണ സംഘം ഉള്ളത്. ഒപ്പം തന്നെ പ്രദേശത്ത് ആരെങ്കിലും ഇവർക്ക് സഹായം നൽകുന്നുണ്ടോ, ഒളിച്ചിരിക്കാൻ താവളം നൽകുന്നുണ്ടോ എന്നതടക്കം ജമ്മുകശ്മീർ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതേസമയം പൂഞ്ച് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികന് വ്യോമസേന ആദരം അർപ്പിച്ചിരിക്കുകയാണ്. കോർപ്പറൽ വിക്കി പഹാഡയാണ് ഇന്നലെ ഭീകര ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. മറ്റ് 4 സൈനികർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. സുഹൈൽ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശം നൽകിയത്. ഗൗരവകരമായ കണ്ടെത്തലാണ്. ഭീകരർ ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിത ബുള്ളറ്റുകളാണെന്ന നിഗമനമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്.